നമ്മുടെ കാഞ്ഞിരപ്പുഴ റിസർവോയറിൽ ഓഫ് റോഡ് ജീപ്പ് വെള്ളത്തിലിറക്കി അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയതിൽ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അണക്കെട്ടിന്റെ ഇരുമ്പകച്ചോല മേഖലയിലാണ് ജീപ്പ് റിസർവോയറിലേക്ക് ഇറക്കി വെള്ളത്തിലൂടെ ഓടിച്ചത്. ജീപ്പ് വെള്ളത്തിലൂടെ ഓടിക്കുന്നതിന്റെയും വാഹനത്തിന് മുകളിൽ നിന്ന് യുവാവ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതിന്റെയും ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. നമുക്കതൊന്ന് കണ്ടുവരാം. ഇക്ബാൽ അറക്കൽ തുടരുന്നുണ്ട്. ഇക്ബാലെ, കാണുമ്പോൾ രസമുണ്ട്, പക്ഷേ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ജീവൻ വെച്ചുള്ള കളിയാണ്. ഈ അണക്കെട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ആ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ടല്ലേ പലരും ഈ റിസർവോയറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ എത്തുന്നതും അപകടം ക്ഷണിച്ചു വരുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതും? അപ്പോൾ ഇത്തരക്കാർക്കെതിരെയെല്ലാം കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണോ പോലീസിന്റെ തീരുമാനം? ഷിഹാസ്, ഈ അണക്കെട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മേഖലയുടെ സമീപത്തേക്ക് പോലും പ്രവേശിക്കരുത് എന്നുള്ളതായിരുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം അറിയിപ്പുകൾ നൽകിയിരുന്നു അവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക്. പക്ഷേ ഈ യുവാക്കൾ ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് റോഡ് ജീപ്പുമായി ഈ റിസർവോയറിലെ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ജീപ്പിനകത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി യുവാക്കളുണ്ട്. ആ യുവാക്കളിൽ ഒരാൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കിയ ജീപ്പിൽ നിന്ന് പിന്നീട് വെള്ളത്തിലേക്ക് കുതിച്ചു ചാടുന്ന ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ പുറത്തു വരികയായിരുന്നു. 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഇരുമകച്ചോല മേഖലയിലായിരുന്നു ഈ ജീപ്പ് റിസർവോയറിലേക്ക് ഇറക്കി യുവാക്കൾ ഈ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഈ സാഹസിക യാത്ര നടത്തിയത്. ഏതായാലും യുവാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഇതാ പോലീസ് ഈ സംഭവത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ജീപ്പ് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. മണ്ണാർക്കാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജീപ്പ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ജീപ്പ് ഓടിച്ചിരുന്ന വ്യക്തിക്കെതിരെയും അതുപോലെ തന്നെ ജീപ്പിന്റെ ഉടമയ്ക്കെതിരെയും കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ വാഹനത്തിൽ കയറി സാഹസിക യാത്ര നടത്തിയിട്ടുള്ള വ്യക്തികൾക്കെതിരെയും ആ റിസർവോയറിലേക്ക് എടുത്തു ചാടിയ യുവാവിനെ ഉൾപ്പെടെ കണ്ടെത്തി അവർക്കെതിരെയും എല്ലാം കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഡാമിലേക്ക്, അതായത് ഈ കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. അവർക്കെല്ലാം കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആരും തന്നെ റിസർവോയറിലേക്ക് ഇറങ്ങരുത്, വെള്ളത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ്. പക്ഷേ യുവാക്കൾ ചെയ്യുന്നത് നോക്കൂ, ഒരു ജീപ്പ് എടുത്ത്, അതൊരു ഓഫ് റോഡ് ജീപ്പാണെന്ന് പറഞ്ഞ് ആ ജീപ്പ് എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വലിയ രീതിയിൽ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള സാഹസിക യാത്രയാണ് യുവാക്കൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും അതിനെല്ലാം പിന്നാലെ ഇപ്പോൾ ഇതാ പോലീസിന്റെ നടപടി വന്നിരിക്കുന്നു. ഉടൻ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയും ഉണ്ടാകും. ശരി ഇക്ബാൽ, പാലക്കാട് കാഞ്ഞിരപ്പുഴ റിസർവോയറിൽ ഓഫ് റോഡ് ജീപ്പ് കൊണ്ട് നടത്തുന്ന സാഹസിക വിനോദമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളത്തിലിറക്കി അപകടകരമായ രീതിയിലാണ് യാത്ര നടത്തിയത്. ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ദയവ് ചെയ്ത മുന്നറിയിപ്പ് ബോർഡുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുക. ജീവൻ പണയം വെച്ചുള്ള ഇത്തരത്തിലുള്ള സാഹസികത പരമാവധി ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക.